വെൽക്കം ബാക്ക് ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ ഇന്ന് ഡിസ്നി ട്രിപ്പിൻ്റെ പാർട്ട് 2 ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആനിമൽ കിങ്ഡം എപ്കോട്ടും ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേ ആനിമൽ കിങ്ഡത്തിലാണ് പോയത്. ആനിമൽ കിങ്ഡം എന്ന് പറയുന്നത് ഡിസ്നിയുടെ ഒരു 4 പാർക്കിൽ ഒരു പാർക്കാണ് ആനിമൽ കിങ്ഡം. അപ്പോൾ ഇതിനകത്ത് മെയിൻലി വരുന്നത് നേച്ചറുണ്ട്, പിന്നെ വൈൽഡ് ലൈഫ് ഉണ്ട്, പിന്നെ കുറേ റൈഡുകളുമാണ് ഈ ആനിമൽ കിങ്ഡത്തിൽ വരുന്നത്. അപ്പം പിന്നെ വരുന്നത് അവതാറിൻ്റെ കുറച്ച് റൈഡുകളും കാര്യങ്ങളും ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് അവതാറിൻ്റെ ഒരു റൈഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ട്രീ ഓഫ് ലൈഫാണ്. ഇതിനകത്ത് ഈ ട്രീയിൽ 100 കണക്കിന് ആനിമൽസിൻ്റെ ശില്പങ്ങളാണ് കൊത്തിവെച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറേ നമുക്ക് നടന്ന് ഓരോ ഏരിയയിലും ഇങ്ങനെ കുറേ ഇതേപോലെ കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് ഇത് പണ്ടോര എന്ന് പറയുന്നത് അവതാർ മൂവിയിലെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു 3D സിമുലേറ്റിംഗ് റൈഡുണ്ട്, പിന്നെ നാവി റിവർ റൈഡുണ്ട്. അങ്ങനെ കുറച്ച് റൈഡുകളും പിന്നെ ഇതിനകത്ത് അവതാർ മൂവിയിൽ വരുന്ന ആ ഒരു എഫക്റ്റിൽ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ 3D സിമുലേറ്റിംഗ് റൈഡ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു സാധനത്തിൽ ഇങ്ങനെ കയറ്റിയിരുന്നത് അതൊരു ഡ്രാഗൺ പോലുള്ളൊരു ക്രീച്ചർ, ഒരു വണ്ടിയാണ്. എന്നിട്ട് നമുക്ക് അതിനകത്തൂടെ നമ്മൾ ഈ അവതാറിൻ്റെ ലോകത്തൂടെ നമ്മളിങ്ങനെ പറക്കുന്ന പോലെയും കാറ്റടിക്കുന്ന പോലെയും പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് കുറേ, പിന്നെ വെള്ളം വന്ന് സ്പ്രേ ചെയ്യുന്നത്, അങ്ങനെ കുറേ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് നല്ല ശരിക്കും അടിപൊളി റൈഡായിരുന്നു. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡാണ്. ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം കൂടിയാണ്. ഇവിടെ എത്തുന്നവർ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ നാവി റിവർ റൈഡ്, അതും ഇതേപോലെ നാവി വേൾഡിൽ കൂടെ കൊണ്ടുപോകുന്ന ഒരു അതും നമ്മളിങ്ങനെ നല്ല രസമാണ്, ഫണ്ണാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കിളിമഞ്ചാരോ സഫാരിക്കാണ് പോയത്. അതായത് ആഫ്രിക്കൻ സാവന്ന പോലെ നമുക്കിങ്ങനെ മൃഗങ്ങളെ കാണാൻ പറ്റുന്ന ഒരു സഫാരിയാണ്. അപ്പോൾ ഇതേപോലുള്ളൊരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആക്ച്വലി അവർ കുറേ മൃഗങ്ങളെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഹാബിറ്റാറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൂടെ നമ്മളിങ്ങനെ കാണിക്കുകയാണ്. മൃഗങ്ങൾ എന്ന് പറയുമ്പം കുറേ ഹിപ്പോ, റൈനോ, പിന്നെ ജിറാഫ്, ആന, ലയണ്, അങ്ങനെ കുറേ മൃഗങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒരു റൈഡ്, അതുങ്ങളുടെ ഇടയിൽ കൂടെ ഒരു റൈഡാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്നിയുടെ വേറൊരു പാർക്കായ എപ്കോട്ടിലാണ്. അപ്പം ഞങ്ങൾ 5th ഡേ ആണ് എപ്കോട്ടിലേക്ക് പോയത്. അപ്പം എപ്കോട്ടിലിൻ്റെ ആ മെയിൻ ഐക്കണാണ് ആ സർക്കിളിൽ കാണുന്ന ആ ഒരു ഗ്ലോബ് പോലെ ഇരിക്കുന്ന ആ സാധനം. അതിൻ്റെ പേര് സ്പേസ് ഷിപ്പ് എർത്ത് എന്നാണ്. അപ്പോൾ അതിനുള്ളിൽ കുറേ റൈഡുകളുണ്ട്. എപ്കോട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഈ സ്പേസ് ഷിപ്പ് റൈഡ്, അതായത് സ്പേസ് ഷിപ്പ് എർത്തിനകത്തുള്ള റൈഡ്സ് ഉണ്ട് കുറേ. അതായത് ഗാലക്സിയിലൊക്കെ പോകുന്ന പോലുള്ള ഒരു ഫീൽ കിട്ടും. ഇത് ജേർണി ഓഫ് വാട്ടർ ഇൻസ്പയർഡ് ബൈ മൊവാനയാണ്. ഇതിനകത്ത് കുറേ വാട്ടർ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം നമ്മളതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അത് റെസ്പോണ്ട് ചെയ്യും. ഇത് കണ്ടോ, ഇത് ആക്ച്വലി സെൻസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആ വെള്ളം അവിടെ സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് വീണ്ടും വരും. അങ്ങനെയുള്ള ഒരു സാധനമാണിത്. സെൻസർ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് അത് വെള്ളം സ്റ്റോപ്പ് ചെയ്യും. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. എൻ്റെ പേര് ടേഫിറ്റി എന്നാണ്. അപ്പോൾ ഇത് മൊവാന മൂവിയിൽ വരുന്ന അവരുടെ ഒരു ഗോഡാണ്. അതായത് അവർ പറയുന്നത് സോഴ്സ് ഓഫ് ഓൾ ലൈഫ് ഇൻ ദ ഓഷ്യനാണ്. അതായത് ജീവൻ്റെ ഉറവിടമായ ഒരു ദൈവത്തെ പോലെയാണ്, ഒരു ഗോഡിനെ പോലെയാണ് അവർ ആ ഫിലിമിൽ ഇതിനെ കാണിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് നല്ല പിക്ചേഴ്സൊക്കെ എടുക്കാം. പിന്നെ വരുന്നത് എൽസ ആൻഡ് ആന ആയിട്ടുള്ള കിഡ്സ് ഇൻട്രാക്ഷനാണ്. അപ്പോൾ കിഡ്സിന് ഇവരോട് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവർ തന്നെ ആൻസേഴ്സ് കൊടുക്കും. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാം.
We'll have to get together for one big family game night, okay? Oh, he's in the beach. I was gonna say, didn't you just ask my sister? I actually heard you ask my sister where Olaf was. Because everyone misses Olaf, but he should be coming back for family game night soon that she was telling you about too. Yeah. Where's your snowman? My snowman and he's playing. Yes. Like I said, 3 sisters, it's more people to play with and more friends. Thank you. Thank you so much. പിന്നെ ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പല കൺട്രീസിലുള്ള കൾച്ചറും പിന്നെ അവരുടെ ഫുഡ് അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ്. പിന്നെ കുറേ നടക്കാനുണ്ട് അങ്ങനെ. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിനകത്ത്. കാരണം ഒരുപാടുണ്ട്. എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ലെങ്തി ആയിപ്പോവും വീഡിയോ. അപ്പോൾ കുറച്ച് മെയിൻ അട്രാക്ഷൻസും കാര്യങ്ങളും മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ.